ഹാപ്പി ക്രിസ്മസ്. എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാ ആശംസകളും. ദൈവം വാക്കുപാലിച്ചു. ഏദൻ തോട്ടത്തിൽ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുതെന്ന ദൈവം കൽപ്പിച്ച കൽപ്പന ലംഘിച്ചുകൊണ്ട് ആദം പാപം ചെയ്തു. സ്വർഗരാജ്യം നഷ്ടപ്പെടുത്തിയ ശേഷം ദൈവം ആദത്തിന് കാണപ്പെടുകയും വാഗ്ദാനം ചെയ്ത രക്ഷകനായ യേശുവിനെ അവർക്ക് നൽകുമെന്ന് പറയുകയും ചെയ്തു. ആ വാഗ്ദാനം പാലിച്ച കൊണ്ട് തൻ്റെ പുത്രനെ നൽകത്തിൻ്റെ തിരുനാളാണ് ക്രിസ്തുമസ്. അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ദാവീദിനോടും ദൈവം ചെയ്ത വാഗ്ദാനങ്ങൾ നമുക്കറിയാം. രക്ഷകൻ അവരുടെ ഗോത്രത്തിൽ ജനിക്കുമെന്നും യെശയ്യാവ് പ്രവചിച്ചു. രക്ഷകൻ ദൈവവും ഒരു കന്യകയുടെ പുത്രനുമായിരിക്കും. മീഖാ പ്രവാചകൻ പ്രഖ്യാപിച്ചു രക്ഷകൻ ബെത്ലഹേമിൽ ജനിക്കുമെന്ന്. ദാനിയേൽ അവിടുത്തെ ജനനകാലം അറിയിച്ചുകൊണ്ട് 9-ാം അധ്യായം 25-26 വാക്യങ്ങളിൽ കാണുവാൻ കഴിയും. സമയത്തിൻ്റെ പൂർണ്ണതയിൽ അഗസ്റ്റസ് സീസന്റെ കൽപ്പനയ്ക്ക് ശേഷം ജനസംഖ്യ എടുത്ത അവസരത്തിൽ താന്താങ്ങളുടെ നഗരത്തിൽ ചെന്ന് പേര് ചേർക്കണമെന്ന വ്യവസ്ഥ ഉണ്ടായിരുന്നാൽ യൗസേപ്പും കന്യാമറിയവും ബെത്ലഹേമിലെത്തി. ആരും അവർക്ക് താമസിക്കുവാൻ സ്ഥലം കൊടുക്കയാൽ അവൾ ഒരു കാലിത്തൊഴുത്തിൽ കുഞ്ഞിനെ പ്രസവിച്ച് ഒരു പുൽത്തട്ടിയിൽ കിടത്തി. റോഡരികിലും വഴിയരികിലും ഉറങ്ങുന്ന ധാരാളം പേരെ നമ്മൾ കാണുന്നു. ഒരു സെൻറ്റ് ഭൂമിയില്ലാത്തവർ, കിടക്കാൻ ഒരു ഇടമില്ലാത്തവർ, പൈപ്പുകളിൽ ഭവനം കണ്ടെത്തുന്നവർ, റോഡരികളിൽ ഉറങ്ങുന്നവർ. ഈ അടുത്തുണ്ടായ ദാരുണമായ ദുരന്തം നമുക്കറിയാം. റോഡിൽ പൊളച്ചു കെട്ടിയ സ്ഥലത്ത് കിടന്നുറങ്ങുമ്പോൾ ഒരു ലോറി കയറി 5ഓളം പേര് മരണപ്പെട്ടു. ദാരുണമായ അനുഭവം. ഭവനമില്ലാത്തതിൻ്റെ വേദന ഇവിടെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക. പ്രസവിക്കുവാൻ സമയമായപ്പോൾ കാലിത്തൊഴുത്ത് തേടിയ യൗസേപ്പും മറിയവും ഒരു പ്രതീകം. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം സ്വയം വെളിപ്പെടുത്തുമെന്ന് നമുക്കറിയാം. ജോലി നിതാന്ത ജാഗ്രത പുലർത്തിയിരുന്ന ആട്ടിടയന്മാരെയാണ് മാലാഖമാര് ഉണ്ണിയുടെ ജനനത്തെക്കുറിച്ച് ആദ്യമായി അറിയിക്കുന്നത്. ഭയപ്പെടേണ്ട, ലോകത്തിന് മുഴുവനും ആനന്ദദായ സദ്വാർത്ത നിങ്ങളെ അറിയിക്കും. ദാവീദിന്റെ നഗരത്തിൽ നിങ്ങൾക്കൊരു രക്ഷകൻ മിശിഹ ജനിച്ചിരിക്കുന്നു. പിള്ളക്കച്ചയിൽ പൊന്നി പുൽത്തൊട്ടിയിൽ ശിശുവിനെ നിങ്ങൾ കാണും. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളമെന്ന് ലൂക്കായുടെ സുവിശേഷം നമുക്ക് കാണുവാൻ കഴിയും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന മാലാഖമാരുടെ ഇമ്പമേറിയ ഗാനം അവർ കേട്ടു. അവർ യേശുവിനെ അന്വേഷിച്ച്, ശിശുവിനെ അന്വേഷിച്ച് തിരിക്കുകയും ഉണ്ണി യേശുവിനെ കണ്ടെത്തുകയും അവർ ഉണ്ണിയെ ആരാധിക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഡിസംബർ 25-ാം തീയതിയാണ് നീതിസൂര്യനായ ക്രിസ്തുവിൻ്റെ ജനന തിരുനാളായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. 4-ാം ശതാബ്ദം മുതൽ ഈ ജന്മദിനം കൊണ്ടാടുവാനായിട്ട് തുടങ്ങി. നീതിസൂര്യനായ ക്രിസ്തുവിൻ്റെ തിരുസാന്നിധ്യം അനുഭവിക്കുവാൻ ഇന്ന് നാം ഓരോരുത്തരും ഒരുങ്ങുന്ന ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് ഉണ്ണിയേശുവിനെ സ്വീകരിക്കുന്ന നിമിഷമാണ്. 1223 ക്രിസ്മസ് പുൽക്കൂട് പ്രചാരത്തിൽ വരാൻ തുടങ്ങിയത്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി പുൽക്കൂടുണ്ടാക്കി ജീവനുള്ള ഒരു കാളയും ഒരു കഴുതയും ഗ്രേച്ചിയോ നഗരത്തിൽ ഒരു ഗുഹയിൽ പ്രദർശിപ്പിച്ചു. നന്മയുടെ സമയത്ത് വിശുദ്ധ ഫ്രാൻസിസ് ദൈവത്തിൻ്റെ കാരുണ്യത്തെയും സ്നേഹത്തെയും പറ്റി പ്രസംഗിച്ചപ്പോൾ വിശുദ്ധൻ്റെ കയ്യിൽ ഉണ്ണീശോയുടെ രൂപം
സ്വല്പനേരത്തേക്ക് സജീവമായി എന്ന് പ്രേക്ഷകർക്ക് തോന്നി. 13-ാം നൂറ്റാണ്ട് മുതലാണ് ജർമ്മനിയിൽ ക്രിസ്മസ് ട്രീ ആരംഭിക്കുക. പർദീസയിലെ വൃക്ഷത്തിൽ ഗാഗുൽത്തായിലെ കുരിശുമരത്തിൻ്റെയും പ്രതീകമാണ് ക്രിസ്മസ് ട്രീ. പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ച് ഞാൻ ഓർത്തുപോവുകയാണ്. അദ്ദേഹം തൻ്റെ ജാഗരൂകരായിരിക്കുന്ന പട്ടാളക്കാരെ സന്ദർശിച്ചപ്പോൾ ഒരുവൻ മൂലയ്ക്കിരുന്ന് ഉറങ്ങുന്നതായി കണ്ടു. അവൻ്റെ അരികിലേക്ക് ചക്രവർത്തി ചെന്ന് അവനെ തട്ടിവിളിച്ചുണർത്തിയപ്പോൾ അവൻ ചക്രവർത്തിയെ കണ്ട് ഭയപ്പെടുന്നു. അവനോട് ചക്രവർത്തി ചോദിക്കുന്നുണ്ട്, എന്താണ് നിൻ്റെ പേര്? അവൻ പറഞ്ഞു, അലക്സാണ്ടർ. ചക്രവർത്തി അവനോട് പറഞ്ഞു, ഒന്നുകിൽ നീ നിൻ്റെ പേര് തിരുത്തുക, അല്ലെങ്കിൽ നീ ജോലി വിട്ടു പോവുക. ഒന്നുകിൽ നിൻ്റെ പേര് തിരുത്തുക, അല്ലെങ്കിൽ നീ ജോലി വിട്ടു പോവുക. അലക്സാണ്ടറിൻ്റെ ധീരമായ വാക്കുകൾ. പേരിന് അനുയോജ്യമായി ജീവിക്കുവാനായിട്ട് കഴിയും, അല്ലെങ്കിൽ അതിൽ തുടർന്നിട്ട് കാര്യം. ഒരു ക്രിസ്ത്യാനി എന്ന പേരിന് നീ അർഹനായി ക്രിസ്തുവിനെ ധരിക്കുന്നുവെന്ന് നീ പ്രഖ്യാപിക്കുന്നുവെങ്കിൽ ആ പേരിനനുസരിച്ച് ജീവിക്കണം. ആ പേരിനെ സാക്ഷ്യപ്പെടുത്തുവാൻ കഴിയണം. ആ പേരിൽ അഭിമാനിക്കുവാൻ, ആ പേരിനെ മഹത്വപ്പെടുത്തുവാൻ നിനക്ക് കഴിയണം. ഇന്ന് പ്രത്യേകിച്ചും ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ എനിക്കുള്ള സന്ദേശവും ഇത് തന്നെയാണ്.